നമസ്കാരം. CPM നേതാവ് ഷൈൻ ടീച്ചർക്കെതിരായ സൈബർ ആക്രമണത്തിൽ അന്വേഷണം തുടരുന്നതിനിടെ ഈ വിഷയത്തിൽ നടന്ന ചാനൽ ചർച്ചയിൽ നടത്തിയ പരാമർശം വിവാദമായതോടെ ഖേദം പ്രകടിപ്പിച്ച കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ നാക്കുപിഴ സംഭവിച്ചു പോയതിൽ ഖേദമുണ്ടെന്നും പറയാൻ ഉദ്ദേശിച്ച രീതിയിലല്ല അവതരിപ്പിക്കാൻ സാധിച്ചതെന്നും ജിൻഡോ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ് ചാനലിന്റെ ചർച്ചയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവഹേളിക്കുന്ന വിധത്തിൽ ജിൻഡോ ജോൺ പരാമർശം നടത്തിയെന്ന് BJP ആരോപണം ഉയർത്തുന്നതിനിടെയാണ് ഫേസ്ബുക്കിലൂടെ ഖേദപ്രകടനം നടത്തിയത്. CPM നേതാവ് KJ ഷൈനെതിരായ അപവാദ പ്രചരണത്തിലെ പ്രതികരണത്തിനിടെ ജിൻഡോ ജോൺ നടത്തിയ പരാമർശമായിരുന്നു വിമർശനങ്ങൾക്ക് വഴിവെച്ചത്. കേരളത്തിൽ അസന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുവായി പറയുന്ന പേര് ഉണ്ണികൃഷ്ണൻ എന്നാണെന്ന് ജിൻഡോ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിൽ പറഞ്ഞിരുന്നു. പിന്നാലെ ജിൻഡോ ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിച്ചുവെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണൻ രംഗത്തെത്തി. പറഞ്ഞു വന്നപ്പോൾ പറയാൻ ഉദ്ദേശിച്ചതിൽ നിന്നും മാറ്റമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ വാക്ക് പ്രയോഗത്തിൽ ചിലർക്ക് വിഷമമുണ്ടായതായി അറിയുന്നു. എന്റെ മാത്രം വാക്കുപിഴയിൽ പാർട്ടിയല്ല ഞാനാണ് തിരുത്തേണ്ടത്. എന്റെ പ്രവൃത്തിയുടെയോ വാക്കുകളുടെ പേരിൽ യാതൊരു വിധത്തിലും പാർട്ടി തെറ്റിദ്ധരിക്കപ്പെടാനും പാടില്ല. ആയതിനാൽ മനഃപൂർവ്വമല്ലാത്ത ആ വാക്കുകളിൽ വിഷമം തോന്നിയവർ എന്നോട് ക്ഷമിക്കണം. ഞാനൊരു ദൈവനിഷേധിയോ മതനിഷേധിയോ അല്ലെന്ന് എൻ്റെ ജീവിത വ്യവഹാരങ്ങളിലൂടെ ബോധ്യപ്പെടാത്തവരെ തൃപ്തിപ്പെടുത്താൻ എനിക്ക് ആവില്ല. എന്നാലും എനിക്ക് തെറ്റായിപ്പോയെന്ന് ബോധ്യപ്പെട്ടൊരു വാക്കിന്റെ മറപറ്റി ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിക്കാത്ത വർഗീയ വിഷം പ്രചരിപ്പിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ലക്ഷ്യം വർഗീയതയാണ്, ഞാനല്ലല്ലോ. അവർക്ക് ഒരവസരം കൊടുത്തുകൂടാ എന്ന് കരുതിയാണ് ഈ വാക്കുകൾ കുറിക്കുന്നത്. ഇതിലെ സത്യസന്ധത ബോധ്യപ്പെടുമെന്നും കരുതുന്നു. അപ്പോഴും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ മാറ്റമില്ലാതെ ഉറച്ചു നിൽക്കുക കൂടിയാണ്. CPM നിർമ്മിച്ചു നൽകുന്ന വാദങ്ങൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന BJPയുടെ ആശങ്ക ഇക്കാര്യത്തിൽ മുഖവിലേക്ക് എടുക്കുന്നുമില്ല. പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താനും മടിയില്ല. CPMനും BJPക്കും എന്നോട് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രയാസം മനസ്സിലാക്കുന്നു. എന്നാലും മനുഷ്യർക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളെ ദൂരീകരിക്കാൻ മാത്രമാണ് ഈ കുറിപ്പ് എന്നാണ് ജിൻഡോ ഫേസ്ബുക്കിൽ കുറിച്ചത്. ജിൻഡോ കഴിഞ്ഞ ദിവസം പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിക്കുന്ന ഉണ്ണികൃഷ്ണൻ ആരാണ് എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. തുടർന്ന് കേരളത്തിൽ അസന്മാർഗിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പൊതുവായി പറയുന്ന പേര് ഉണ്ണികൃഷ്ണൻ എന്നാണെന്നാണ് ജിൻഡോയുടെ മറുപടി. ഈ മറുപടിയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ഈ പരാമർശം വലിയ വിവാദമാകുമെന്ന് മാധു ഉടൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. നാട്ടിൻ പുറത്ത് അങ്ങനെ പറയുന്നത് താൻ കേട്ടിട്ടില്ലെന്നും അവതാരക വ്യക്തമാക്കി. ചർച്ചയ്ക്ക് പിന്നാലെയാണ് വിവാദം കൂടുതൽ ചൂടുപിടിച്ചത്. വിഷയം BJP ഏറ്റുപിടിച്ചും രംഗത്തു വന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ അപമാനിച്ച ജിൻഡോ ജോണും കോൺഗ്രസ് പാർട്ടിയും മാപ്പ് പറയുക. ഉണ്ണികൃഷ്ണൻ എന്ന വാക്ക് ആദരവും സ്നേഹവും ആരാധനയുമുള്ള ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയവികാരമാണ്. അധമ ജീവിത തറവാട്ടിലെ സന്തതിക്ക് ഉണ്ണികൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ അസന്മാർഗികമെന്ന് തോന്നുന്നത് DNA സ്വഭാവം കൊണ്ടാണെന്ന് BJP നേതാവ് ഗോപാലകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കോടിക്കണക്കിന് ഹൈന്ദവരുടെ ആരാധനാമൂർത്തിയെ പറഞ്ഞാൽ വാ മൂടി കെട്ടിയിരിക്കുമെന്ന് കരുതിയോ ഹിന്ദുക്കളെ അപമാനിച്ച ജിൻഡോ ജോണും കോൺഗ്രസ് പാർട്ടിയും മാപ്പ് പറയണമെന്നായിരുന്നു ആവശ്യം.